ദൈവത്തിൽ വിശ്വസിക്കുന്നതിന് ദൈവപൈതലിനെ ഒരു കാലത്തും ലജ്ജിപ്പിക്കാത്ത ദൈവമാണ് നമ്മളുടെ ദൈവം. പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വചനം ശ്രദ്ധിക്കാം. ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായൊരു മൂലക്കല്ല് സിയോനിൽ ഇടുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകയില്ല. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായൊരു മൂലക്കല്ല്. ആ ലേഖനത്തിന്റെ ആദ്യത്തെ വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും, ജീവനുള്ള കല്ലായ ക്രിസ്തുവിന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവൻ പ്രാപിക്കേണ്ടത്. യേശു ക്രിസ്തു എന്ന മൂലക്കല്ലിനെ കുറിച്ചാണ് പത്രോസ് അപ്പോസ്തലൻ വെളിപ്പെടുത്തുന്നത്. നീ ഒരു കാലത്തും ലജ്ജിക്കുവാൻ അനുവദിക്കത്തില്ലെന്നാണ് വചനത്തിന്റെ വെളിപ്പാട്. ലജ്ജിപ്പിക്കത്തക്ക സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ വരാം. നിന്റെ കുഞ്ഞിന്റെ വിദ്യാഭ്യാസത്തോട് ബന്ധപ്പെട്ട്, നിന്റെ വീടിനോട് ബന്ധപ്പെട്ട്, നിന്റെ ബിസിനസ്സോട് ബന്ധപ്പെട്ട്, നിന്റെ കുടുംബത്തോട് ബന്ധപ്പെട്ട് ലജ്ജിച്ചു തലതാർത്തേണ്ട സാഹചര്യങ്ങൾ മുമ്പിൽ വരുമ്പോഴും ആ സാഹചര്യങ്ങളുടെ നടുവിൽ ഒരു അത്ഭുതത്തെ വിളിച്ചു വരുത്തി, സ്തോത്രം, നീ ലജ്ജിക്കാൻ അനുവദിക്കാത്തൊരു ദൈവമാണെന്നാണ് വേദപുസ്തകം നമുക്ക് തരുന്ന ഏറ്റവും വലിയ വെളിപ്പാട്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോ ദൈവമക്കളും ഈ ദൂത് കേൾക്കുമ്പോൾ അടിയുറച്ച് വിശ്വസിച്ചോ, നീ ഒരു കാലത്തും നിന്റെ തല കുനിയത്തില്ല. ലോകം പറയും അവനിത് വന്നല്ലോ, ലോകം പറയും അവൾക്കിത് വന്നല്ലോ, ലോകം പറയും അവന്റെ കുടുംബത്തിന് ഇത് വന്നല്ലോ. പക്ഷെ ഇത് കേൾക്കുമ്പോൾ നീ പതറിപ്പോകരുത്. നിന്റെ മനസ്സിൽ അടിവരയിട്ട് ഉറപ്പിക്കണം, സാഹചര്യത്തിലല്ല ഞാൻ ജീവിക്കുന്നത്, എൻ്റെ ദൈവം എന്നെ ലജ്ജിക്കാൻ അനുവദിക്കത്തില്ലെന്ന് എന്നോട് വാഗ്ദത്തമുണ്ട്. ആരൊക്കെയോ ഇന്ന് ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ലജ്ജിക്കത്തക്ക സാഹചര്യം ഫേസ് ചെയ്യുന്നവരുണ്ട്. മുമ്പിൽ ഒരു വഴികളുമില്ലാതെ ദൈവത്തിന്റെ മുമ്പിലേക്ക് കൈമലർത്തിക്കൊണ്ട്, കർത്താവെ എൻ്റെ കാര്യത്തിന് എന്ന് പരിഹാരമുണ്ടാകുമെന്ന ചോദ്യവുമായിട്ട് നീ ദൈവത്തിന് മുമ്പിൽ നിൽക്കുന്നെങ്കിൽ ദൈവത്തിന് നിന്നോട് സംസാരിക്കാനുണ്ട്. ദൈവത്തിന്റെ ശബ്ദം എന്താ നിങ്ങൾ ശ്രദ്ധിച്ചേ, സ്തോത്രം, എന്നിൽ നീ വിശ്വസിക്കാൻ തുടങ്ങാൻ ഒരു കാലത്തും നീ ലജ്ജിച്ചു പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. നമുക്ക് ഉറപ്പോടെ വിശ്വസിക്കാം, ഹല്ലേലൂയ, നമ്മുടെ ദൈവം ഒരിക്കലും ലജ്ജിക്കാൻ അനുവദിക്കത്തില്ല. ദൈവത്തിന് സ്തോത്രം. നമുക്ക് അങ്ങനെ വിശ്വാസത്തോടെ കരങ്ങളെ ചേർത്ത് പിടിച്ച് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അങ്ങയിൽ വിശ്വസിക്കുവാനുള്ള സ്തോത്രം, ഹല്ലേലൂയ, വലിയ മനസ്സ് നിന്റെ മക്കൾക്ക് കൊടുക്കണം. അവർ അങ്ങയിൽ അടിയുറച്ച് വിശ്വസിക്കണം. ഒരു കാലത്തും ലജ്ജിക്കാൻ അനുവദിക്കാത്ത ദൈവം കൂടെ ഇരുന്ന് പ്രവർത്തിക്കണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. നിശ്ചയമായിട്ടും നീ ലജ്ജിക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. നമുക്കൊന്നിച്ച് പറയാം, ലജ്ജിപ്പിക്കാത്ത ദൈവം. ഗോഡ് ബ്ലസ്.